അല്ല, സ്വാഗതമല്ലാത്തൊരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുള്ളത്. കാരണം ഇന്നത്തെ ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ സമയത്തിന് പറ്റിയതല്ലാത്തതുകൊണ്ട് ഒന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാം. പിന്നെ ഇത് വ്യവസായ ബന്ധമില്ലാത്ത പരിഷ്കാരമാണോ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരമാണോ എന്ന് സംശയമുള്ളവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണിതെന്ന് ലളിതമായ കാര്യമെങ്കിലും ഓർത്തിരിക്കണം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വ്യവസായ മന്ത്രി പി രാജീവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ മുൻപ് കേട്ടത്. ഇത് മാത്രമല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയായിരുന്നു. സ്വാഗതാർഹമായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാത്തത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ ഡാറ്റയുടെ പിൻബലമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിപക്ഷ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ സാധുത വരുത്താൻ വേണ്ടി ഇന്ന് മലയാള മനോരമയ്ക്കകത്ത് വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തക്കകത്ത് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യത്തെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവിൻ്റെ ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. ഏതാ? അല്ല, സ്വാഗതമല്ലാത്തൊരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുള്ളത്. കാരണം ഇന്നത്തെ ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ സമയത്തിന് പറ്റിയതല്ലാത്തതുകൊണ്ട് ഒന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, MSME എന്താണ്, ഇത് തെറ്റിദ്ധരിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. സ്റ്റാർട്ടപ്പ് അല്ല MSME. നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ കേരളത്തിൽ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇല്ല. സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ആശയം ഇപ്പോൾ ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, സ്റ്റാർട്ടപ്സ്, ഇങ്ങനെ സംവിധാനം ഉണ്ടാവും. സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ 80 to 90% സർവൈവ് ചെയ്യാറില്ല. ഇതൊക്കെ കൺട്രോൾ അതാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് എൻ്റെ വകുപ്പല്ല, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. IT സ്റ്റാർട്ടപ്പുകളാണ് കൂടുതൽ. മാനുഫാക്ചറിംഗ് ചിലത് പറഞ്ഞാൽ മാത്രം ഞങ്ങൾ അതിനെ സഹായിക്കുന്നുള്ളൂ. അത് ചിലത് പറയും ഇപ്പോൾ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പ് തുടങ്ങിയില്ല, അപ്പോൾ അടുത്ത ആൾ പറയില്ല, അത് MSME ആണ്. MSME മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ്. 1 ലക്ഷം 1 കോടി വരെയുള്ള ഇതുള്ളതാണെങ്കിൽ എനിക്കൊരു സൗകര്യം തെറ്റ് പറ്റിയതാണ്. പിറ്റേ ദിവസം നിങ്ങൾ തെറ്റില്ല എന്നറിയിക്കാൻ വേണ്ടി പുതിയ ഒരു ചോദ്യോത്തരം കൊടുക്കില്ല. കണക്കാക്കി ഗുണനെങ്ങാനും തെറ്റിപ്പോയാൽ ആ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സാറേ എനിക്ക് തരില്ല, വേറെ ചിലർക്ക് കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിൽ 1 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് മൈക്രോ, 10 കോടി സ്മോൾ, 50 കോടി മീഡിയം. ഇതാണ് MSME. MSME ഇന്ത്യയിൽ 30 to 40% ആണ്. അത് സ്റ്റേബിളായി വരുന്ന, പതുക്കെ വികസിക്കുന്ന ഉള്ള വ്യവസായമായിരിക്കും. ചിലപ്പോൾ ഒരു പേപ്പർ മാർട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഷോപ്പായിരിക്കാം. ഇത് സ്റ്റാർട്ടപ്പ് അല്ല. നിങ്ങൾ പലരും ഞാൻ പിന്നെ കേൾക്കുമ്പോൾ സംരംഭ വർഷത്തിൽ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയല്ലോ, അത് സ്റ്റാർട്ടപ്പ് അല്ല, MSME ആണ്. അപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് വ്യവസായം നിങ്ങൾ അധികം വീട്ടുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. അത് നല്ല വീക്കിൽ നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു നമ്മുടെ മീഡിയ കോൺക്ലേവിന് ശേഷം. ഇംഗ്ലീഷ് നന്നായിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്, അതേപോലെ മലയാളത്തിൽ വരുന്നില്ല എന്നൊരു പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല, ഇംഗ്ലീഷിലുള്ളവരാണല്ലോ നമുക്ക് കൂടുതൽ ഇങ്ങനെ ഇനി ആകർഷിക്കേണ്ട വിദേശത്ത് വരുന്ന ആളുകൾ. ഏതാ ഇല്ല പോസിറ്റീവ്? ഞാൻ പറഞ്ഞു അവരെല്ലാം വന്ന് സന്തോഷകരല്ല. അവർ നമ്മൾ നേരത്തെ വിളിച്ചല്ലോ, അവരെല്ലാവരും വന്നു. ഞാൻ പറഞ്ഞു മാധ്യമങ്ങളും ഈ ഘട്ടത്തിൽ വേറെ വാർത്തകളിലേക്ക് പോകാതെ ഇത്തരം കാര്യങ്ങൾ നമ്മളും ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളും വിശദീകരിച്ചോ, ഞങ്ങളും പറയാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം നല്ല സ്വാഗതാർഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അവരെ ക്ഷണിച്ചാണല്ലോ, ആദ്യം തന്നെ അവർ ക്ഷണിച്ചിരുന്നു. അതിടയ്ക്ക് അവരുടെ രീതി കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ ഘട്ടത്തിൽ ഞങ്ങളത് തുറന്നു കാണിച്ചു, വസ്തുതകൾ തന്നെ നിരത്തിക്കൊണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടു. അവരും പൊതുവെ വരാൻ തീരുമാനിച്ചതിൽ ഏറെ എല്ലാവരും വരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും മാധ്യമങ്ങളും രാഷ്ട്രീയമില്ലാത്തവരും ഒക്കെ ചേരുമ്പോഴാണ് കേരളമാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഫോക്കസ് ചെയ്ത് കേരളത്തെയാണ്. കേരളം എങ്ങനെ മുന്നേറി, കേരളം എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ കേരളം എങ്ങനെയായി മാറുന്നു, എങ്ങനെയാകണം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംരംഭങ്ങളെ പലതും സമയബന്ധിതമായി ആരംഭിക്കാൻ കഴിയാത്ത ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പ്രശ്നങ്ങളായി വരുമ്പോഴാണ് അതൊന്നും ലളിതവൽക്കരിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാവും. ഇതെന്തൊരു ചോദ്യം! ഇപ്പൊ നമ്മൾ മൊത്തം ലളിതവൽക്കരിച്ചേ. ഇപ്പോൾ ലളിതവൽക്കരിച്ചിട്ട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഗവൺമെന്റ് നിരവധി നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഒരു ഓമിനിബസ് ലെജിസ്ലേഷൻ, പല നിയമങ്ങൾക്കകത്തുള്ള വകുപ്പുകൾ ഒറ്റ നിയമത്തിലൂടെ മാറ്റുന്നതാണ് ഒരു സാധാരണ ഓമിനിബസ് ലെജിസ്ലേഷൻ എന്ന് പറയാം. അങ്ങനെ കഴിഞ്ഞ 2016-21 ഗവൺമെന്റ്
അങ്ങനെ വലിയൊരു മാറ്റം വരുത്തി. അതൊരു പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്പായിരുന്നു. അതിനുശേഷം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധി മാറ്റങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ വേറൊന്ന്, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കുറേ ചട്ടങ്ങൾ മാറി. ഇന്നോ നാളെ പുതിയ ചട്ടങ്ങൾ വരും. ഇനിയിപ്പോൾ ഇന്നത്തെ സന്തോഷ വാർത്ത, നമ്മുടെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനില്ലേ, അപ്പോൾ അവർ തന്ന 100% നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടി സമയമുണ്ട്. ഈ വർഷത്തെ 100% അച്ചീവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ടോപ്പ് അച്ചീവർ കാറ്റഗറിയിലേക്ക് എലിജിബിളായി. പിന്നെ ഇത് വ്യവസായ ബന്ധമില്ലാത്ത പരിഷ്കാരമാണോ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരമാണോ എന്ന് സംശയമുള്ളവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണിതെന്ന് ലളിതമായ കാര്യമെങ്കിലും ഓർത്തിരിക്കണം. അത് വളരെ ബേസിക്കായ കാരണമാണ്. ചിലർ പറയും ഈ വന്നതിൽ ഇവർക്ക് ഇതിലേ ഉള്ളൂ. ഇന്നൊക്കെ നമ്മൾ 100% കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ, പക്ഷെ മാർക്കിൽ 100 കിട്ടണമെന്നില്ല. കഴിഞ്ഞ നമുക്ക് 95 നമ്മൾ കയറി വന്നിട്ടുണ്ട്. പക്ഷെ 9 എണ്ണത്തിൽ നമ്മൾ ടോപ്പറായി, 5 എണ്ണത്തിൽ ആന്ധ്ര ടോപ്പറായി. കാരണം അത് ഫീഡ്ബാക്കാണ്. അവർ വിളിച്ചു ചോദിക്കും ഓരോരുത്തരും എങ്ങനെയുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അച്ചീവർ ആകേണ്ടതായിരുന്നു അതിന് മുമ്പത്തെ തവണ, പക്ഷെ അത് ആസ്പിരൻ്റായി മാറി. എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പം 100% എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് അച്ചീവർ കാറ്റഗറിയിലായി പരിഷ്കാരങ്ങളിൽ. പക്ഷെ മാർക്ക് വന്ന് വീഴുമ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇതിനനുസരിച്ചല്ലെങ്കിൽ 95% പേര് പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഈ കാറ്റഗറി നിൽക്കില്ല, താഴേക്ക് പോകും. 90% ആയി താഴേക്ക് പോയാൽ ഈ പരിഷ്കാരം കറക്റ്റ് ആണെങ്കിലും താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ നമുക്ക് കഴിഞ്ഞാണ് ടോപ്പ് അച്ചീവർ ആയത്. ഫീഡ്ബാക്ക് മെച്ചപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് ഓരോരുത്തരുടെയും ബോധം രൂപം കൊള്ളുക. അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനുള്ള അവസരം കൂടി കിട്ടിയാൽ, അനുഭവത്തിന് മാത്രമല്ല, ഇപ്പം ഞാൻ പറയാം, ഈ അനുഭവത്തിലൂടെയാണോ, അനുഭവത്തിൻ്റെ ടെസ്റ്റിമണികൾ ഉണ്ടായില്ലേ. IBMൻ്റെ പ്രധാനപ്പെട്ട അമിതാഭ് കാന്ത്, കല്യാണരാമൻ, പമേല അന്ന മാത്യു തുടങ്ങി കേരളത്തിലെ സംരംഭം തുടങ്ങി എല്ലാവരും പോസിറ്റീവായി പറയുന്നു. ഞാനൊരു 5000 സംരംഭകരെങ്കിലും ചുരുങ്ങിയത് കണ്ടിട്ടുണ്ട് മിനിമം. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന ആൾക്ക് ഈ സംരംഭകരുടെ സ്വഭാവത്തിലാണോ വ്യവസായം തോന്നുന്നു? അതാണ് പറയുന്നത്. അത് അപ്പോൾ അവർ സംരംഭകരെ വിളിക്കുള്ളൂ. സംരംഭകർ പത്രം വായിക്കുന്നുണ്ടല്ലോ, അതല്ലേ. അപ്പം അതിൽ നിങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നമുക്ക് പോസിറ്റീവായി വന്നത്. കഴിഞ്ഞ തവണ നമ്മൾ അതിനു മുമ്പേ പറഞ്ഞില്ലേ, മാധ്യമ സമീപനത്തിന് കുറെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറയുമ്പോഴാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പം ചിലർ ചോദിക്കണ്ടല്ലോ, ഈ കമ്പനി നിങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണോ, മറ്റേ കമ്പനി ഈ പറയുന്നത്. കേരളത്തിലുണ്ടായ പ്രതീതി ഇവിടെ ബാർബർ ഷോപ്പും പെട്ടിക്കടയും ബീവറേജും മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയതല്ല, എത്രയോ ഇതുണ്ട് ഇവിടെ. നിങ്ങൾ സ്ഥിരം വരുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് കേരളത്തിലുണ്ട്, പക്ഷെ ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇന്ന് ഞാൻ വീക്ക് വായിച്ചപ്പോൾ രസകരമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ മഹാരാഷ്ട്ര സർപഞ്ചിൻ്റെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഡിസംബറിൽ, ഈ 24 ഡിസംബറിൽ മഹാരാഷ്ട്രയിൽ വലിയ പേര് ഞാൻ പറഞ്ഞില്ല, വലിയൊരു കമ്പനി തുടങ്ങാൻ പോകുന്നിടത്ത് ആളെ ഞങ്ങൾ തന്നെ വയ്ക്കണമെന്ന് പറഞ്ഞു. അത് അന്വേഷിക്കാൻ ചെന്ന സർപഞ്ചിന് വേറൊന്നുമില്ല, തല്ലിക്കൊന്നു. ഇവിടെ തടഞ്ഞു വെച്ചെങ്കിൽ ലോകത്തറിയാത്ത ആരെങ്കിലും ഉണ്ടാവും. ഞാനന്ന് മീഡിയ കോൺക്ലേവ് ചോദിച്ചു, ആരും കേട്ടിട്ടില്ല. CID ചോദിച്ചു, അവരുടെ ഒരു സക്സസ് സ്റ്റോറിയുള്ള വലിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. സെർച്ച് ചെയ്തിട്ട് അവർ തന്നെ കണ്ടെത്തി. നമ്മൾ വീക്കും എഴുതിയിട്ടുണ്ട്. നമ്മുടെ അവിടെയാണെങ്കിലോ, നമ്മുടെ അവിടെയാണെങ്കിൽ ഇതിന് മുൻപ് ഏതെല്ലാം കാലത്ത്, ഇപ്പോൾ ചിലർ പറയില്ലേ, രാജാവിൻ്റെ കേരളം പരശുരാമൻ മഴ അറിയുന്നതിന് മുമ്പ് പൂട്ടിയ കമ്പനി ഉൾപ്പെടെ എന്ന് പറഞ്ഞ ലിസ്റ്റ് വരില്ലേ. അപ്പം അതുപോലെ അപ്പോൾ തുടങ്ങും, ചരിത്രം എങ്ങനെയായിരുന്നു, ആ കട എങ്ങനെയായിരുന്നു, അവിടെ ആരായിരുന്നു അന്ന് ആത്മഹത്യ ചെയ്ത്. ഉണ്ടല്ലോ, എല്ലായിടത്തും പൂട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം ജെറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ആയിരുന്നു. ഞാൻ പറഞ്ഞ ലോകത്തെല്ലായിടത്തും പൂട്ടും, എല്ലായിടത്തും പൂട്ടും, തുറക്കുകയും ചെയ്യും. നമ്മുടെ പൂട്ടിയത് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ജെറ്റ് എയർവേസ് ഉണ്ടോ, കിങ് ഫിഷർ ഉണ്ടോ, ബ്ലാക്ക്ബെറി ഫോൺ ഉണ്ടോ, എല്ലാം പൂട്ടിപ്പോയി. കേരളത്തിലായതുകൊണ്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. വ്യവസായ സ്ഥാപനങ്ങൾ നോർത്ത് ഇന്ത്യ ഭാഗമായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്ര, മധ്യ ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ ചില കാര്യങ്ങൾ പറയാം. ഇപ്പം 450 കോടി നഷ്ടമാണ് ഐഫോണിൻ്റെ ഫാക്ടറി അടിച്ചു തകർത്തപ്പോൾ ഒരു സ്ഥലത്തുണ്ടായത്.
അത് കേരളത്തിലല്ലല്ലോ. ഇതിന് ശേഷം ഫോളോ അല്ല, ഒരെണ്ണം പറഞ്ഞോ, മോശമുള്ള ഒരെണ്ണം പറഞ്ഞോ. കഴിഞ്ഞൊരു 50 കൊല്ലത്തിനുള്ളിൽ ഏതെങ്കിലും ഒരാൾ മാനേജ്മെന്റ് ആക്രമിക്കപ്പെട്ട ഒരു കഥ പറഞ്ഞോ, ഒരു കൊല്ലപ്പെട്ടത്.